എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് സംശയിച്ചുകൊണ്ട് തിന്നുന്നവനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എന്ത് പറയുന്നുവെന്ന് ശ്രവിക്കാം. റോമൻസ് 14:23. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായ്കകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ഈ അധ്യായം ക്രിസ്ത്യാനികൾക്കിടയിൽ ഭക്ഷണ നിയമങ്ങൾ, പ്രത്യേക ദിവസങ്ങൾ ആചരിക്കൽ തുടങ്ങിയ തർക്ക വിഷയങ്ങളെ സംബന്ധിച്ച വിയോജിപ്പുകളെ അഭിസംബോധന ചെയ്യുന്നു. ആദിമസഭയിൽ വിശ്വാസികൾക്ക് അനുവദനീയമായ കാര്യങ്ങളെക്കുറിച്ച് വ്യത്യസ്ത ബോധങ്ങളുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ ദ്വിതീയ വിഷയങ്ങളിൽ ഐക്യം, പരസ്പര ബഹുമാനം, ന്യായവിധി ഒഴിവാക്കൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. വ്യക്തിപരമായ ബോധ്യങ്ങൾ ദൈവമുമ്പാകെ പ്രധാനമാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. ശുദ്ധമായ മനസ്സാക്ഷിയോടെ ചെയ്യുന്ന പ്രവൃത്തികൾ സ്വീകാര്യമാണ്. എന്നിരുന്നാലും ഒരാളുടെ മനസ്സാക്ഷിയെ സംശയിക്കുമ്പോഴോ ലംഘിക്കുമ്പോഴോ എടുക്കുന്ന നടപടികൾ പാപമാണ്. കാരണം അവ അവിശ്വാസത്തിൽ നിന്നും ആത്മാർത്ഥതയില്ലായ്മയിൽ നിന്നും ഉടലെടുക്കുന്നു. മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുതെന്ന് വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു പ്രവൃത്തി ശരിയോ തെറ്റോ എന്ന് ആർക്കും ഉറപ്പിക്കാനില്ലെങ്കിലും അത് എങ്ങനെയായാലും മുന്നോട്ട് പോകുമ്പോൾ അത് ദൈവത്തിലും അവൻ്റെ മാർഗനിർദ്ദേശത്തിലുമുള്ള വിശ്വാസമില്ലായ്മയെ പ്രതിഫലിപ്പിക്കുന്നു. പൗലോസിൻ്റെ അഭിപ്രായത്തിൽ വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. തിരുവെഴുത്തുകളിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ പോലും നാം ദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്നും അവൻ്റെ ഹിതത്തോടുള്ള യോജിപ്പിൽ നിന്നുമാണ് പ്രവർത്തിക്കേണ്ടത്. വിശ്വാസത്തോടും മനസ്സാക്ഷിയോടും യോജിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വാക്യം എടുത്തുകാട്ടുന്നു. ഒരു വിശ്വാസി ഒരു പ്രവൃത്തിയുടെ ധാർമ്മികതയെ സംശയിക്കുകയും ഇപ്പോഴും അതിൽ ഏർപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവർ ദൈവത്തിലുള്ള വിശ്വാസക്കുറവ് കാണിച്ചുകൊണ്ട് അവരുടെ മനസ്സാക്ഷിയെ ഒറ്റിക്കൊടുക്കുന്നു. മറ്റുള്ളവരുടെ ബോധ്യങ്ങളെ ബഹുമാനിക്കാൻ ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. ശക്തനായ ഒരു വിശ്വാസി തൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ബലഹീനനായ ഒരാളെ സമ്മർദ്ദത്തിലാക്കിയാൽ അവർ ആത്മീയ ഹാനി വരുത്തുന്നു. ക്രിസ്ത്യാനികൾ തമ്മിൽ ഭിന്നതയുള്ള ഏത് മേഖലയ്ക്കും ഈ തത്വം ബാധകമാണ്. ശ്രദ്ധാപൂർവം വിശ്വാസത്താൽ നയിക്കപ്പെടുന്നതുമായ തീരുമാനങ്ങളിലും മറ്റുള്ളവരോടുള്ള സ്നേഹപൂർവമായ പരിഗണനയും അത് ആവശ്യപ്പെടുന്നു. നമ്മുടെ തീരുമാനങ്ങൾ ദൈവഹിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യവുമായി പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കണം. മറ്റുള്ളവരുടെ ബോധ്യങ്ങളെ മാനിക്കുക. നമ്മുടെ പ്രവൃത്തികൾ വിശ്വാസത്തിൽ വേരൂന്നിയതാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം പരിശോധിക്കുക. സമാധാനം പിന്തുടരുക. സ്നേഹപിതാവേ, സഭയിൽ സമാധാനത്തിനും പരസ്പര നവീകരണത്തിനും മുൻഗണന നൽകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനിവാര്യമല്ലാത്ത കാര്യങ്ങളിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ വിശ്വാസത്തിൽ പരസ്പരം കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ